കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം ഇനി ആരെയാണ് അടുത്തത് ലക്ഷ്യം വെക്കുന്നതെന്നായിരുന്നു ഉയർന്ന ചോദ്യം. പ്രതിപക്ഷ പാർട്ടികളും കോക്രോച്ച് ജനതാ പാർട്ടിയും കൂടി ഒത്തുചേർന്നതോടുകൂടി രാജ്യത്ത് എന്തും ഏത് അനീതിക്കെതിരെയും ചെയ്യാമെന്ന തരത്തിലുള്ള ഒരു ധൈര്യം ഉടലെടുത്തു എന്ന കാര്യം വാസ്തവമാണ്. ഇത് ഭരണപക്ഷത്തെ കുറച്ചൊന്നുമല്ല ഭയപ്പെടുത്തുന്നതെന്നതും മറ്റൊരു യാഥാർത്ഥ്യം. ഭാരതത്തെ പ്രതിനിധീകരിക്കുന്ന വലിയൊരു വിഭാഗം യുവജനതയും പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചു നിന്നാൽ ഭരണവിരുദ്ധ വികാരം മുതലെടുത്തുകൊണ്ട് എന്ത് അനീതിക്കും എന്ത് അരാജകത്വത്തിനുമെതിരെ ശബ്ദമുയർത്താൻ കഴിയുമെന്നും വിചാരിക്കുന്ന കാര്യം നടപ്പിലാക്കിയെടുക്കാൻ കഴിയുമെന്നും ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും ന്യായമായ നീതിക്കും അവകാശങ്ങൾക്കും വേണ്ടി അല്ലെങ്കിൽ ഉത്തരങ്ങൾ കിട്ടാനുള്ള അവകാശങ്ങളും ഉണ്ട് എന്നും തെളിയിച്ചൊരു പ്രക്ഷോഭമായിരുന്നു ജന്തർ മന്ദറിൽ ജൻസി കൂട്ടായ്മ നടത്തിയ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള സമരം എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ഇനി ആരെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാവുകയാണ്. ഇനി ജൻസി കൂട്ടായ്മയും പ്രതിപക്ഷവും ലക്ഷ്യം വെക്കുന്നത് മറ്റാരെയുമല്ല, ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായെയാണ്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്ക് ശേഷം പാർലമെന്റിലുണ്ടായ എല്ലാ ചോദ്യശരങ്ങളും ആഭ്യന്തരമന്ത്രിക്ക് നേരെയായിരുന്നു. അന്നു മുതൽ സമ്മേളനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആഭ്യന്തരമന്ത്രി എവിടെയാണ് എന്നുള്ള ചോദ്യം കൂടുതൽ ശക്തമാകുമ്പോൾ പലവട്ടം പാർലമെന്റ് ഭരണ നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയാതെ സ്തംഭിച്ചു നിൽക്കുകയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ എവിടെയെന്ന ചോദ്യമാണ് പാർലമെന്റിന്റെ ഇരു സഭകളിലും പോയ വാരം പ്രതിപക്ഷ നിരയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത്. ഇന്ത്യ സഖ്യ പാർട്ടികളുടെ ആക്രമണത്തിന്റെ കുന്തമുന അമിത്ഷായ്ക്കു നേരെയായിരുന്നു തുടർച്ചയായി. 12 വർഷത്തെ മോദി ഭരണത്തിനിടെ പ്രതിപക്ഷാക്രമണം പ്രധാനമന്ത്രിയേക്കാൾ ഭരണ നേതൃത്വത്തിലെ മറ്റൊരാളിലേക്ക് കേന്ദ്രീകരിക്കുന്നത് ഇത് ആദ്യം. ലോക്സഭയിൽ അമിത്ഷായ്ക്കെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗം ഒരു തുടക്കമായിരുന്നു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തോടുള്ള പോലീസ് സമീപനത്തിന്റെ പേരിൽ ഇരു സഭകളിലും ആഭ്യന്തരമന്ത്രിക്കെതിരെ പ്രതിപക്ഷം നിശ്ചിത വിമർശനമാണ് അഴിച്ചുവിട്ടത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടും പ്രക്ഷോഭത്തിന്റെ അലയൊരുകൾ പാർലമെന്റിനകത്തും പുറത്തും അടങ്ങാത്തത് അമിത്ഷായെ പ്രതിപക്ഷം ഉന്നം വെക്കുന്നത് കൂടി കൊണ്ടാണ് എന്ന് വേണം പറയാൻ. പ്രക്ഷോഭകർക്കെതിരായ പോലീസ് മർദ്ദനത്തെക്കുറിച്ചും പെല്ലറ്റ് ഉപയോഗിച്ചതിനെക്കുറിച്ചും ആഭ്യന്തരമന്ത്രി സഭയിൽ വിശദീകരിക്കണമെന്നതിൽ പ്രതിപക്ഷം വിട്ടുവീഴ്ച ചെയ്തില്ല. മാത്രമല്ല, അദ്ദേഹം മാപ്പ് പറയണമെന്നുള്ള ആവശ്യവും നാനാഭാഗത്തു നിന്നും ഉയരുകയാണ്. സഭയിലെത്തി വിശദീകരിക്കാൻ അമിത്ഷാ തയ്യാറായിട്ടുമില്ല. ആഭ്യന്തരമന്ത്രി മൗനം തുടർന്നാൽ വരും ദിവസങ്ങളിലും പാർലമെന്റിൽ കാര്യങ്ങൾ സുഗമമാകില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിട്ടത് ഡൽഹി പോലീസും കേന്ദ്ര സായുധ പോലീസ് സേനകളും ആയതിനാൽ അതിന്റെ ഉത്തരവാദിത്വം കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കാണെന്നതാണ് പ്രതിപക്ഷത്തിന്റെ ന്യായം. കേന്ദ്ര ഭരണത്തിന്റെ ആഭ്യന്തര ബലതന്ത്രത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് വേറിട്ട് ആഭ്യന്തരമന്ത്രിക്ക് എത്രമാത്രം ഉത്തരവാദിത്തമുണ്ട് എന്നത് കൗതുകകരമായ ചോദ്യമാണ്. അമിത്ഷായ്ക്കെതിരായ കടന്നാക്രമണത്തിൽ രാഷ്ട്രീയ തന്ത്രം കൂടിയുണ്ട് എന്ന് വേണം പറയാൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും തുടർന്നുള്ള വിദ്യാർത്ഥി പ്രതിഷേധവും BJPയിലും കേന്ദ്ര സർക്കാരിലുമുള്ള ആഭ്യന്തര വിള്ളലുകൾ പുറത്തു കൊണ്ടുവരുമെന്ന് പ്രതിപക്ഷം കരുതുന്നുണ്ട്. മന്ത്രിപദം രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാൻ ഷായുടെ വിശ്വസ്തനായിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ നേരിട്ടതിൽ ഭരണ നേതൃത്വത്തിലെ വ്യത്യസ്ത നിലപാടുകൾ പുറത്തു കൊണ്ടുവരിക എന്നതും പ്രതിപക്ഷം ലക്ഷ്യമിടുകയാണ്. പ്രതിപക്ഷ നീക്കത്തെ BJP സഭയ്ക്കുള്ളിലും പുറത്തും ചെറുക്കുന്നുണ്ടെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രതിരോധം തീർത്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്. മോദിക്കെതിരായ പ്രതിപക്ഷാക്രമണത്തെ പാർട്ടി MPമാർ ശക്തമായി നേരിടുന്നുണ്ട്. അത്തരം പ്രതിരോധം ആഭ്യന്തരമന്ത്രിയുടെ കാര്യത്തിലും ഉണ്ടാകുമോ എന്നതാണ് അറിയേണ്ടത്. ഇന്ത്യയിൽ കോൺഗ്രസ് ഒരു ശക്തമായ പ്രതിപക്ഷമാണോ എന്ന കാര്യത്തിൽ വ്യാപകമായ സംശയമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഭരണപക്ഷത്തിനെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കാനും പല അനീതിക്കുമെതിരെ ശബ്ദമുയർത്താനും കഴിയാതെ പോയത്. എന്നാൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പുതുതലമുറയുടെ ശബ്ദം ഉദയം ചെയ്തതോടുകൂടി ഇതിനൊരു വിരാമമാവുകയാണ്. പക്ഷേ ഇനി ആഭ്യന്തരമന്ത്രിയാണ് ഉന്നം വെക്കുന്നതെങ്കിൽ അമിത്ഷായുടെ രാജിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുമോ എന്ന കാര്യം ഉറ്റുനോക്കുകയാണ് ഭാരതം.